ഹലോ ഗൈസ്, എല്ലാവർക്കും മിഷൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നേത്ര പ്ലസിൻ്റെ സ്മാർട്ട് സേവ് ടൂൾസാണ്. അപ്പോൾ നേത്ര പ്ലസിൻ്റെ മറ്റ് ട്യൂട്ടോറിയൽസ് കാണാനായി, അല്ലെങ്കിൽ നേത്ര പ്ലസ് എന്താണ്, നേത്ര പ്ലസ് ആപ്ലിക്കേഷനുകളുടെ മറ്റ് ടൂൾസ് എന്തൊക്കെയാണ് എന്ന് അറിയാനായി ഞങ്ങളുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ടാബിൽ പോയി നേത്ര പ്ലസിൻ്റെ പ്ലേലിസ്റ്റ് തിരഞ്ഞെടുത്ത് അതിലുള്ള വീഡിയോസ് കാണാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനാണെങ്കിൽ ചാനലിൻ്റെ അബൌട്ട് പേജിൽ നിന്നും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേത്ര പ്ലസ് AI വിഷൻ ഫോർ ബ്ലൈൻഡ് എന്ന ആപ്ലിക്കേഷൻ്റെ സ്മാർട്ട് സേവ് ടൂൾസ് എന്ന ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. സ്മാർട്ട് സേവ് ടൂൾസ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേത്ര പ്ലസ് വിഷൻ ഫോർ ബ്ലൈൻഡ് ഓപ്പൺ ആയിരിക്കുന്നു. സ്മാർട്ട് സേവ് ടൂൾസ് ഈ സ്മാർട്ട് സേവ് ടൂൾസിൽ 3 ടൂൾസ് ഉണ്ട്. ഈ 3 ടൂൾസിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഏതാണെങ്കിലും നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ നമുക്ക് നോക്കാം. ലോങ് പ്രസ് ചെയ്തു. അപ്പോൾ ആഡ് ദിസ് ടൂൾ ടു ഹോം സ്ക്രീൻ ഫോർ ഇൻസ്റ്റൻറ്റ് ആക്സസ്. പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള പോപ്പപ്പ് ആണിത്. പിൻ ടു ഹോം സ്ക്രീൻ മേ ബി ലെറ്റർ. അപ്പം ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മേ ബി ലെറ്റർ കൊടുക്കുന്നു. ഇത് ഈ സ്മാർട്ട് സേവ് ടൂൾസ് എന്ന ഫീച്ചറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓർഗനൈസ് യുവർ ടൂൾസ്, ലിങ്ക്സ് ആൻഡ് പാസ്വേഡ്. അപ്പോൾ നോട്ട്, ലിങ്ക്സ്, പാസ്വേഡ് എന്നിവ ഇവിടെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ലിങ്ക് സേവ് ആൻഡ് മാനേജ് വെബ് ലിങ്ക്സ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒതൻറ്റിക്കേഷൻ റിക്വയർഡ്, ബയോമെട്രിക് ഹാർഡ്വെയർ അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല. ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ ഫോണിൽ പിൻ ലോക്ക് അല്ലെങ്കിൽ പാരൻ ലോക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനാലാണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഫോണിലൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ലോക്ക് ആവശ്യമാണ്. അത്രയ്ക്ക് സെക്യൂറാണ് ഫീച്ചേഴ്സ്. പക്ഷേ ഇതിൽ നോട്ട് പാഡ് എന്ന് തന്നെ ഫീച്ചറുണ്ട്. നോട്ട് പാഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നോട്ട് പാഡ് പ്രോ, ഇമേജ് ബട്ടൺ ബാക്ക് ഇറങ്ങാനുള്ള ബട്ടനാണ്. സെക്യൂരിറ്റി സെറ്റിങ്സ് നമുക്ക് നോക്കാം. നോട്ട് സെക്യൂരിറ്റി, ഇതിപ്പോൾ പറയുന്നത് ഇതിനെ നമുക്ക് ഫേസ് ലോക്ക്, പിൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മളെപ്പം ഈ നോട്ട് പാഡ് ഓപ്പൺ ചെയ്താലും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് എന്താണോ, അപ്പം പിന്നാണെങ്കിൽ പിൻ, അല്ലെങ്കിൽ ഫേസ് ലോക്ക് ആണെങ്കിൽ ഫേസ്, അല്ലെങ്കിൽ ഈ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, അത് നമ്മൾ കൊടുക്കണം. എനേബിൾ ബയോമെട്രിക് ലോക്ക്, ഇത് ഓൺ ചെയ്യണം. എൻ്റെ ഇപ്പം ബയോമെട്രിക് ഹാർഡ്വെയർ ഇല്ല, അതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും സെറ്റ് ചെയ്യാൻ കഴിയില്ല. ആഡ് നോട്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയതായിട്ട് നോട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ആദ്യം ടൈറ്റിൽ കൊടുക്കാനുള്ള എഡിറ്റ് ബോക്സ് വരും. അതിനുശേഷം ടൈപ്പ് ചെയ്യുക അടുത്ത എഡിറ്റ് ബോക്സിൽ. പിന്നെ സേവ് നോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നോട്ട് സേവ് ആവുന്നതാണ്. ന്യൂ ഫോൾഡർ, ഇത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. മൈ നോട്ട്സ്, ഇതൊരു ഫോൾഡറാണ്. മൈ നോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
കുറച്ച് ഓപ്ഷൻ കാണിക്കും. സെക്യൂരിറ്റി സെറ്റിങ്സ്, ഇത് മുമ്പ് കണ്ട പോലത്തെ തന്നെ ഓപ്ഷനാണ്. പൈത്തൺ കോഡ് തന്നെ നോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ നോട്ട് അത് ടെക്സ്റ്റായിട്ട് വരും. കോപ്പി നോട്ട് ടെക്സ്റ്റായിട്ട് കോപ്പി ചെയ്യും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത നോട്ടാണ്. ഇതാണ് നോട്ട് പാഡ്. ഇപ്പോൾ ഒരു വൈബ്രേഷൻ വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബയോമെട്രിക് ഹാർഡ്വെയർ അൺഅവൈലബിൾ, അത് തന്നെയാണ് കാണിക്കുന്നത്. ഓപ്പണായി ഒതൻറ്റിക്കേറ്റ് ചെയ്തായിരുന്നു വെച്ചാൽ നമ്മൾ ലോക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ ലോക്ക് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് സെക്യൂർ ആണെന്ന് നിങ്ങളെയും കൂടെ അറിയിക്കേണ്ടതിനാലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഡിവൈസ് പിൻ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും കാണിക്കുന്നു ബയോമെട്രിക് ഹാർഡ്വെയർ അൺഅവൈലബിൾ. എന്തോ ഒരു എററാണ്. ഇതിലും പാസ്വേഡ് സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഈ ഡിവൈസ് പിൻ ഉണ്ടെങ്കിൽ. ഈ 3 ടൂൾസാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സേവ് ടൂൾസിലുള്ളത്. ഇതെനിക്ക് ബയോമെട്രിക് ഹാർഡ്വെയർ ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ കഴിയില്ല. ഏതാണെങ്കിലും ഞാനൊരു ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ലിങ്ക് സേവറും പാസ്വേഡ് സേവറുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽസ് നൽകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.